മാംഗല്യം 6. രചനാ അവതരണം നന്ദു അച്ചു കൃഷ്ണ. താൻ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോടോ കൈമളെ. ഹരിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ? ശ്രീധരൻ മാമന്റെ മുഖത്തു നോക്കിക്കൊണ്ട് കൈമള മാഷ് വരിയായി നീട്ടിയിരിക്കുന്ന ഒരു കസേരയിലേക്കിരുന്നു. അടുത്തായി ശ്രീധരനും. ഞാനും എന്റെ ഭാര്യ സുമിത്രയും, ഞങ്ങൾക്ക് 2 മക്കൾ നർമ്മദയും ഹരിനന്ദനും. ഒരു കഥ പറയുന്ന പോലെ കൈമള മാഷ് പറഞ്ഞു തുടങ്ങി. മൂത്ത മോള് ജനിച്ച് 8 കൊല്ലം കഴിഞ്ഞുണ്ടായതാണ് എനിക്ക് ഹരി. ചെറുപ്പം മുതലേ നർമ്മദയ്ക്ക് എല്ലാത്തിനും നല്ല ധൈര്യവും ചൊടിപ്പുമാണ്, ഏതാണ്ട് എന്നെപ്പോലെ. അതുകൊണ്ടാകും മകൻ സുമിത്രയെ പോലെ ആയത്. പാവം, ഒപ്പം വെറും ശുദ്ധനും. അവനെ ഏതാണ്ട് 10 വയസ്സായപ്പോഴാണ് ആദ്യമായി സുമിത്രയ്ക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഒരു തവണ സർജറി നടത്തി ഒക്കെ മാറിയതാണ്. പക്ഷേ മാഷിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഇപ്പോഴും അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. രണ്ടാമതൊരിക്കൽ കൂടി അസുഖം തിരിച്ചറിഞ്ഞു വന്നതും അവൾ ആകെ തളർന്നു. മനസ്സിന്റെ തളർച്ച കൊണ്ടാകാം പിന്നെ അധികകാലം അവൾ ഉണ്ടായില്ല. മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ടവൾ പോയി. ഒരു രാത്രി പോലും എന്നിൽ നിന്ന് പിരിഞ്ഞു ജീവിക്കാത്തവൾ ഒരു ജീവിതം മുഴുവനും എന്നെ ഒറ്റയ്ക്കാക്കി. പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കൈമളെ, എടോ, ഇപ്പോഴും അവൾ പോയെന്നങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യടോ, അതാ. കണ്ണൊന്ന് തുടച്ച് അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബാക്കി പറയാൻ തുടങ്ങി. അങ്ങനെ മോള് PGക്ക് പഠിക്കുമ്പോഴാണ് വിനോദിന്റെ ആലോചന വരുന്നത്. നന്മ മാത്രം കൈമുതലായിട്ടുള്ളവൻ. അതുകൊണ്ടല്ലേ എന്റെ മോള് വീട്ടിലേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ അച്ഛനും മൂത്ത ഒരു മോനും കൂടി ആയെന്ന് കരുതിക്കോന്ന് പറഞ്ഞ് അവനും വീട്ടിലേക്ക് വന്നത്. എനിക്ക് ഒരു മകനെയും കൂടി കിട്ടി. ഞാൻ ഒരുപാട് സന്തോഷവാനായി. അത് കൂട്ടാൻ എന്ന പോലെ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നീരുമോളും വന്നു. കാണുന്ന ആർക്കും അസൂയ തോന്നും വിധത്തിലുള്ള ഒരു വീട്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹരി ഇഷ്ട ജോലിയായ സാറായി. ഡിഗ്രി സ്റ്റുഡന്റിനെയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റിനെയോ ഒക്കെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവൻ. അവന്റെ സന്തോഷം കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നതിലായിരുന്നു. അവന്റെ ഇഷ്ടം മാത്രമായിരുന്നു ഞങ്ങൾക്ക് മുഖ്യം. അങ്ങനെ അവൻ അവിടെ അടുത്തുള്ളൊരു LP സ്കൂളിൽ ടീച്ചറുമായും കയറി. അപ്പോഴേക്കും ഹരിയെ കെട്ടിക്കുന്നില്ലേ എന്നായി ആൾക്കാരുടെ ചോദ്യം. വിനോദിനെ പോലെ നല്ലൊരു മരുമകളെ കിട്ടിയാൽ ആവട്ടെ എന്നുള്ള എൻ്റെ ഒരൊറ്റ സംസാരത്തിൽ നിന്നാണ് നീരജയുടെ ആലോചന വന്നത്. വിനോദിന്റെ വകയിലെ ഒരു വല്യച്ഛന്റെ മകളാണ് ഈ നീരജ. വിനോദിന്റെ കുടുംബത്തെ അത്രത്തോളം നന്നായി അറിയാവുന്നതുകൊണ്ട് വല്യച്ഛന്റെ മോളെന്ന് കേട്ടപ്പോൾ കൂടുതലൊന്നും തിരക്കാൻ പോയില്ല. പക്ഷെ അപ്പോഴും നിത പറയുന്നുണ്ടായിരുന്നു നമുക്കെല്ലാം ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയെന്ന്. കാരണം വിനോദിന്റെ കുടുംബമൊക്കെ നാട്ടിലായിരുന്നെങ്കിലും ഈ നീരജയും ഫാമിലിയും ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു. പക്ഷേ വിനോദിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സംസാരത്തിൽ നിന്ന് നീരജയും കുടുംബവും അത്രയ്ക്കും നല്ലതാണെന്ന് തോന്നിയപ്പോൾ നിശ്ചയം പോലും നടത്താതെയാണ് കല്യാണത്തിലേക്ക് ചെന്നത്. അത്യാവശ്യം ആർഭാടമായി തന്നെയാണ് അവളുടെ വീട്ടുകാർ കല്യാണം നടത്തിയതും. അത് കണ്ടപ്പോൾ ഉള്ളിലൊരൽപ്പം ഭയം തോന്നിയെങ്കിലും വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ലക്ഷ്മിയാണെന്നുള്ള അവളുടെ പെരുമാറ്റം കൊണ്ട് തെളിയിച്ചു. എല്ലാം കൊണ്ടും സന്തോഷം. ഹരിയുടെ കല്യാണം കഴിഞ്ഞ് 6-ാം മാസം വിനോദും മോളും അവരുടെ തന്നെ വീട്ടിലേക്ക് മാറി. എപ്പോഴും പോക്കും വരവുമായി എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ കാലഘട്ടത്തിലാണ് പൂവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. അതോടെ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ അവരുടെ ജീവിതം മാറി. അപ്പോ അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ മാഷേ? ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ശ്രീധര. എന്റെ കണ്ണിൽ അവരെന്നും അത്രയും യോജിപ്പുള്ളവരായിരുന്നു. പക്ഷേ സത്യം അതല്ല എന്നറിയാൻ ഞാൻ പിന്നെയും ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നടോ. മനസ്സിലായില്ല. ശ്രീധരന്റെ കണ്ണുകൾ ചുരുങ്ങി. ബോംബെയിലൊക്കെ വളർന്ന പിള്ളേരല്ലേടോ, അവർക്ക് എങ്ങനെയാ നമ്മുടെ പിള്ളേരെ പിടിക്കുക? നാടിന്റെ നന്മയും നിഷ്കളങ്കതയും ഒക്കെയുള്ള ഒരു പയ്യനെയാ വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചവർക്ക് അതായിരുന്നു ഏറ്റവും വലിയ കരടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മോൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് സ്വന്തം സങ്കടം ഈ അച്ഛനോട് പോലും പറയാൻ മിനക്കെട്ടതുമില്ല. എന്റെ മോനും നല്ലൊരു നടനാണ്. അങ്ങനെ ഒന്നും രണ്ടുമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നടോ. ഒന്നും അറിയാതെ മോന്റെ ജീവിതം സന്തോഷത്തിലാണെന്ന് കണ്ട് സന്തോഷിച്ച ഒരു വിഡ്ഢിയായ അച്ഛനാ ഞാൻ. ഞാനൊരു നല്ല അച്ഛനായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണിലെ സങ്കടം എപ്പോഴെങ്കിലും ഞാൻ കണ്ടേനെ, അല്ലേടോ? കൈമളിന് സ്വയം പുച്ഛം തോന്നി. നന്ദൻ അങ്ങനെ പഠിക്കുന്ന കാലത്ത് വലിയ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സൗഹൃദം കടന്നു വന്നത് കോളേജിലെ പഠനകാലത്താ. അജിത്ത്. കൂട്ടുകാർ ഇല്ലാത്തവന് ഒരു കൂട്ടുകാരനെ കിട്ടിയപ്പോൾ അവനായിരുന്നു അവന്റെ ലോകം.
കല്യാണം കഴിഞ്ഞിട്ടും അവൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ അത്രയും തന്നെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യയുടെ അടുത്തും അത്രയും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലടോ. പറയുമ്പോൾ ആ ശബ്ദം അത്രയും നേർത്തുപോയി. മോളെ, ഈ വഴിയിൽ നിന്ന് വീട് വരെ നിനക്ക് നടക്കാൻ പറ്റുമോ? വേവലാതിയോടെയാണ് ഓട്ടോക്കാരൻ ബാബുചേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മണിക്കുട്ടിയോട് ചോദിച്ചത്. നടക്കാണ്ട് വേറെ തരമില്ലല്ലോ ഏട്ടാ. നെറ്റിയിലെ വട്ടക്കെട്ടും കഴുത്തിലൂടെ കയ്യെ താങ്ങിപ്പിടിപ്പിക്കാൻ ഇട്ട ബാൻഡേജും ഒപ്പം മുടന്തിയുള്ള നടത്തവും. അയാൾക്ക് അവളെ കണ്ടിട്ട് നല്ല സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. മണിക്കുട്ടിയുടെ അച്ഛൻ മനോജും ബാബുവും കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഒരു മകളെപ്പോലെ സ്നേഹം ബാബുവിനും മണിക്കുട്ടിയുടെ പുറത്തും നല്ലോണമുണ്ട്. അതായിരുന്നു ഈ വേവലാതിയുടെയൊക്കെ പിന്നിലുള്ള ശരിക്കുള്ള കാരണം. ഞാൻ മെല്ലെ നടന്നു പൊക്കോളാം ബാബു മാമ. മാമൻ ഇത്രയും വിഷമിക്കാൻ പാകത്തിന് മുറിവൊന്നും എനിക്കില്ലാട്ടോ. സ്വതവേയുള്ള ചൊടിപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വേദന കൊണ്ടാവും ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. അത് നിന്റെ ഈ കോലം കണ്ടാൽ ആർക്കും മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, മാമൻ പിടിക്കാം. മോള് മെല്ലെ നടന്നാൽ മതി. അത്രയ്ക്കും ആപതുകേടൊന്നും ഇല്ല മാമ. മാമൻ പൊക്കോ. ചന്തയുള്ള ദിവസമല്ലേ, നല്ല ഓട്ടം കാണും. മോളെ പൊക്കോ മാമ. പറഞ്ഞതിനൊപ്പം തന്നെ അവൾ സൈഡിലെ വേലിയിൽ പിടിച്ച് മെല്ലെ നടന്നു തുടങ്ങിയിരുന്നു. ഇതുപോലൊരു മകൾ തനിക്കുമുണ്ട് വീട്ടിൽ. ഇപ്പോഴും അച്ഛനും അമ്മയും വാരിക്കൊടുത്താലേ അവൾക്ക് ചോറിറങ്ങൂ. എന്നാൽ അതുപോലെയുള്ള മറ്റൊരു കുഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ രാപ്പകലില്ലാതെ ഓടുന്നു. വല്ലാത്തൊരു ചിന്തകൾ പേറിയ മനസ്സുമായി അയാൾ ഓട്ടോ എടുത്തു. തനിയെ നടന്നോളാമെന്നും വേദനയില്ലെന്നുമൊക്കെ കാര്യമായി പറഞ്ഞെങ്കിലും ഒരിത്തിരി അങ്ങോട്ട് നടന്നതും അവൾക്ക് ശരീരമാസകലം വേദനിക്കാൻ തുടങ്ങി. ശ്രീധരൻ മാമൻ ആളെ കൂട്ടി വിടുമ്പോൾ ആ ചേച്ചിയോട് 1000 തവണ പറഞ്ഞതാ തന്നെ വീട്ടിലാക്കിയിട്ടേ പോകാവൂന്ന്. ബാബു മാമന് ഓട്ടോ കാശും കൊടുത്ത് ശ്രീധരൻ മാമൻ അങ്ങനെ പറയുമ്പോൾ അവർ ഒക്കെ തലകുലുക്കി സമ്മതിച്ചതുമാ. 250 രൂപ വല്ലവരും ഓട്ടോ കാശും കൊടുത്ത് വീട് വരെ ബസ്സിലെ തിക്കും തിരക്കും ഇല്ലാതെ വരാമെന്ന് കേട്ടപ്പോൾ അവരോടിനി എന്റെ അമ്മയവൻ പറഞ്ഞാൽ അതുപോലും കേട്ടേനെ എന്ന് അവിടുത്തെ തലയാട്ടൽ കണ്ടപ്പോഴേ മനസ്സിലായതാണ്. അതിന് ശരിവെക്കുന്ന പോലെയായിരുന്നു കവലയിലെ ചന്ത കണ്ടപ്പോൾ. വീട്ടിലേക്ക് കുറച്ച് സാധനം ഒക്കെ വാങ്ങാനുണ്ട്, മോളിനി ഓട്ടോയിൽ അങ്ങ് പൊക്കോളില്ലേ എന്ന് പറഞ്ഞ് തന്നെ ഒന്ന് നോക്കാതെ പോലും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ സ്ത്രീയുടെ സ്വഭാവം. ബാബുമാമൻ പിടിച്ചു നിർത്തി 2 പറയാൻ പോയതാണ്. പിന്നെയും താനാണ് തടഞ്ഞത്. എന്തിന്? ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ വരെ സുഖമായി വരാമെന്ന് കേട്ടപ്പോൾ അവർ ചാടി ഇറങ്ങിയതാണ്. അല്ലാതെ അതിന് പിന്നിൽ തന്നോടുള്ള സ്നേഹവും മമതയും ഒന്നുമില്ല. ഇവിടെ ചങ്കും കരളും കൊടുത്ത് സ്നേഹിച്ചിട്ട് തന്നെ ആർക്കും വേണ്ട. അപ്പോഴാ കാഴ്ചയിൽ മാത്രം പരിചയമുള്ളവർ. അവള് സ്വയം ഒന്ന് പുച്ഛിച്ചു. പാതി വഴി വരെ വേലിയൊക്കെ പിടിച്ച് നടന്നെങ്കിലും പിന്നങ്ങോട്ട് കുറച്ച് തുറസായ സ്ഥലമാണ്. എന്തിലെങ്കിലും ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ചുറ്റും നോക്കുമ്പോൾ കണ്ണിൽ പെട്ടത് ഓലമടലാണ്. അതൊന്ന് കുനിഞ്ഞെടുക്കാൻ അവള് പെട്ട പാട്. എങ്ങനെയൊക്കെയോ അത് വലിച്ചെടുത്ത് ഒരുവിധം ബാലൻസായി അവൾ വീട്ടിലെത്തുമ്പോഴേക്കും പാതി ജീവൻ പോയിരുന്നു. വരാന്തയിലെ 3 പടികൾ ഇരുന്നാണ് കയറിയത്. അത്രയ്ക്ക് മുട്ടുവേദനയുണ്ടായിരുന്നു. എങ്ങനെയോ അകത്തൊന്ന് കേറി വാതിൽ തട്ടാൻ തുടങ്ങി ഇത്തിരി കഴിഞ്ഞാണ് ശാരദ വാതിൽ തുറന്നത്. അയ്യോ മോളെ! രാവിലെ തന്നോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയ പെണ്ണ് വെച്ചുകെട്ടലും ചോരയുമായി നിലത്തിരിക്കുന്ന കണ്ടതും ശാരദയ്ക്ക് വെപ്രാളമായി. മോളെ മണിക്കുട്ടി, എന്തു പറ്റിയതാടി? തലയ്ക്ക് 2 അടിയടിച്ച് അവര് വേഗം അവൾക്കൊപ്പം നിലത്തിരുന്നു. അമ്മ ഇങ്ങനെ കരഞ്ഞു കൂവി അയൽക്കാരെ കൂടി അറിയിക്കല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണുനീരൊഴുകുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ വല്ലാതെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലാഞ്ഞിട്ടാണോടി ഈ വെച്ചുകെട്ടലുമായി ഇവിടെ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞ മണിക്കുട്ടി, എന്താ കാര്യം? എങ്ങനെയാ ഇത് പറ്റിയത്? ഒക്കെ പറയാം. അമ്മ ആദ്യം എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോ. ആകെ മുഷിഞ്ഞിട്ട് എനിക്ക് വയ്യ. കൊണ്ടുപോകുന്നതൊക്കെ രണ്ടാമത്. ആദ്യം നീ കാര്യം പറയുന്നുണ്ടോ പെണ്ണെ? ഒക്കെ പറയാമെന്ന് പറഞ്ഞില്ലേമ്മേ. ഈ വേഷം ഒന്ന് മാറിയിട്ട് എനിക്ക് കാല് നിവർത്തി കിടക്കണം. അത്രയ്ക്കും വേദനയുണ്ട്. നീയല്ലേ ഇപ്പൊ പറഞ്ഞ വേദനയൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയാ പെട്ടെന്ന് വേദന വന്നത്? മകൾ തന്നോട് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന തോന്നലിൽ ശാരദയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവളുടെ ബുദ്ധിമുട്ടുകൾ അവർ കണ്ടില്ല. ഇനിയിപ്പോ ഒക്കെ അറിഞ്ഞാലേ അമ്മ എന്നെ ഈ വീട്ടിൽ കയറ്റുള്ളെങ്കിൽ പറയാം. അതാണല്ലോ ഇപ്പൊ അത്യാവശ്യം. സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ലോകത്ത് മറ്റേതൊരു അമ്മയായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ നിമിഷം കൊണ്ട് തന്നെ താങ്ങി പിടിച്ച് ആ കട്ടിലിൽ കൊണ്ട് കിടത്തിയേനെ. വല്ലതും കഴിച്ചോ എന്ന് തിരക്കി ആഹാരം തന്ന് വേദനയ്ക്കുള്ള മരുന്നും തന്നിട്ട് ഈ ജാതി ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി.
ഞാൻ ഞാനൊന്ന് മയങ്ങട്ടെ അച്ഛാ, നല്ല തലവേദന. സ്വന്തം മുറിയിലെ കട്ടിലിലേക്ക് നിവർന്നു കിടന്നുകൊണ്ട് ഹരി അടുത്തു നിൽക്കുന്ന അച്ഛനോട് പറഞ്ഞു. ഉറങ്ങിക്കോ. അവനെ നോക്കി തലയാട്ടി അവിടെ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ അവൻ മനഃപൂർവ്വം പറഞ്ഞ കള്ളമായിരുന്നു അതെന്ന്. അവൻ വല്ലാതെ അസ്വസ്ഥനാണ്. ഇന്നത്തെ സംഭവം അവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ആ പെൺകുട്ടിക്ക്, അവൾക്ക് വല്ലതും സംഭവിച്ചു കാണുമോ? ഇതുവരെ താൻ കാരണം അച്ഛനും ചേച്ചിക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ആദ്യമായിട്ടാണ് മറ്റൊരാൾക്ക് കൂടി. എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ. അസ്വസ്ഥയോടെ ഓർക്കുന്നതിനൊപ്പം അവന്റെ ചെന്നിയിലൂടെ 2 തുള്ളി കണ്ണുനീർ തലയിണയിലേക്ക് വീണിരുന്നു. അമ്മ ഏട്ടനോടൊന്ന് പറയണേ, നാളെ പശുവിന്റെ കാര്യങ്ങളും നോക്കി എല്ലായിടും ഒന്ന് പാലെത്തിക്കാൻ. എനിക്ക് തോന്നുന്നില്ല നാളെ രാവിലെ എഴുന്നേറ്റ് ഒക്കെ കൂടി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെ കാത്തിരുന്നവർക്ക് പാല് മുടക്കാൻ പാടില്ലല്ലോ. വായിലേക്ക് ചോറുള്ള നീട്ടുന്ന നേരം അവൾ ആദ്യം ആവശ്യപ്പെട്ടത് അതാണ്. അപ്പൊ നിനക്കറിയാം നിന്റെ ആങ്ങളയുടെ കാര്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ നിനക്കിതൊന്നും ആയിരുന്നില്ലല്ലോ അഹങ്കാരം. ഇതാ പെണ്ണെ പറയുന്നത്, താഴെ വന്നേയുള്ളൂ സമ്മാനമെന്ന്. രാവിലെ നിനക്ക് എന്റെ മോനെ പറ്റിയില്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പ കണ്ടോ, ഇതാടി പറയുന്നത് ദൈവമുണ്ടെന്ന്. അവരുടെ വായിലേക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ട് തള്ള പുച്ഛത്തിൽ നോക്കിയതും അവളുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. എന്താടി, അത്രയ്ക്കും എരിവുണ്ടോ? ഒരു പിടി ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് അവർ ചോറിലേക്കും അവളിലേക്കും മാറി മാറി നോക്കി. കറിക്കില്ലെങ്കിലും അമ്മയുടെ നാവിലുണ്ടെന്ന് പറയാൻ തോന്നി അവൾക്ക്. പക്ഷെ പറഞ്ഞില്ല. തർക്കിച്ചാൽ തർക്കങ്ങൾ നീണ്ടുപോകും. താൻ ശരിയായതുകൊണ്ട് മാത്രം പറയാൻ എണ്ണമറ്റ കാര്യങ്ങൾ തന്റെ പക്കലും കാണും. അക്കമിട്ട് എണ്ണം കാണിച്ച് എത്രയൊക്കെ ഇന്ദ്രേട്ടന്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ നിർത്തിയാലും അവസാനം എനിക്ക് കൊള്ളിവെക്കാൻ എന്റെ മോനെ കാണൂ എന്നൊരൊറ്റ വാചകത്തിൽ അമ്മ എല്ലാ സമവാക്യങ്ങളും സമമിട്ട് പൂർത്തിയാക്കും. എന്താ എളുപ്പം അല്ലേ? അടുത്ത ജന്മമെങ്കിലും ഒരാണായി ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അത്രയും ആഗ്രഹത്തോടെ അവൾ കണ്ണുകൾ ഇറുക്കി പൂട്ടി. എന്താടി, 3-4 ഉരുള കഴിച്ചപ്പോഴേക്കും മതിയായോ? ചിലപ്പോൾ നാക്ക് ചത്തതിന്റെയാവും. മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ നോക്ക്, എന്നിട്ട് കിടക്ക്. ഒരു നാവിൽ ഒരുപോലെ പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ഈ നേരം അവളുടെ മനസ്സിൽ പോയത് കഴിഞ്ഞ തവണ ഏട്ടന് പനി വന്ന ദൃശ്യമാണ്. മോന്റെ നാക്കിന് രുചിയില്ല എന്ന് പറഞ്ഞ് അമ്മ കാണിച്ചു കൂട്ടാത്ത ബഹളങ്ങളൊന്നുമില്ല. ആൺകുട്ടികൾക്ക് പനി വന്നാൽ കിടപ്പായി പോകും. എഴുന്നേറ്റ് നടക്കാൻ മട്ടന്റെ എല്ലിന്റെ സൂപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് ആ മാസത്തിൽ താൻ മിച്ചം പിടിച്ച കാശ് മുഴുവനും വാങ്ങിയാണ് അമ്മ 3-4 ദിവസം ഏട്ടന് സൂപ്പ് വെച്ചു കൊടുത്തത്. ഏട്ടനായി ജനിച്ചാൽ മതിയായിരുന്നു. അല്ല, ആൺകുട്ടിയായി ജനിച്ചാൽ മതിയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ വയ്യാത്ത കൈവച്ച് മരുന്നുകൾ ഓരോന്നും എടുത്ത് കഴിച്ചുകൊണ്ട് അവൾ കട്ടിലിലേക്ക് ചുരുണ്ടുകൂടി. മരുന്നൊക്കെ കഴിച്ചോ മണിക്കുട്ടി? അമ്മ തിരിച്ചു വന്ന് ചോദിച്ചതും അതുവരെ മനസ്സിലുണ്ടായിരുന്ന സകല സങ്കടങ്ങളും അകന്നിട്ട് അവൾ പെട്ടെന്ന് നോക്കി ചിരിയോടെ തലയാട്ടി. ഏട്ടനായി ജനിക്കണ്ട. ഞാനാണെങ്കിലും അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. കുറച്ചു മുന്നേ പരാതി പറഞ്ഞ മനസ്സ് നിമിഷം കൊണ്ട് കളം മാറ്റി ചവിട്ടി. സമയത്ത് മരുന്ന് കഴിച്ച് നിന്റെ ഈ അസുഖങ്ങളും വേവലാതികളും ഒക്കെ തീർക്കാൻ നോക്ക്. മരുന്ന് മുടങ്ങിയാൽ 2 ദിവസം എന്നുള്ളത് ആഴ്ചകളായി മാറാൻ പിന്നെ താമസമുണ്ടാകില്ല. അവളുടെ മുഖം കുറച്ചുകൂടി വിടർന്നു. തന്റെ കാര്യത്തിലും അമ്മ വേവലാതിപ്പെടുന്നു. ഏട്ടനായി ജനിക്കണ്ട, ഞാനായി തന്നെ മതി. മനസ്സിൽ കുടമുല്ലയുടെ ഒരു കൂട്ടം പൂക്കൾ ഒരുമിച്ച് വിടർന്നു. ഇന്ന് രാത്രി വരുമ്പോൾ നിന്റെ വയ്യാഴിയുടെ കാര്യം ഞാൻ മോനോട് പറയാം. എന്നാലും അവൻ വെളുപ്പിനെ എഴുന്നേറ്റ് പശുവിന്റെ കാര്യങ്ങളും കൊണ്ടുകൊടുപ്പും രണ്ടും കൂടി ചെയ്യാമോ എന്നറിയില്ല. ഇനിയിപ്പോൾ രണ്ടും ചെയ്തില്ലേലുമായി. അയ്യോമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. 1-2 ദിവസം പാല് മുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ പാലിന്റെ ആൾക്കാരെല്ലാം വേറെ എവിടെയെങ്കിലും വാങ്ങി തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും മിൽമയുടെ പാല് വീടിന്റെ മുന്നിലേക്കൂടെ കൊണ്ടുപോകുന്ന സമയമാ. ആർക്കെങ്കിലും അത് വാങ്ങിക്കാൻ തോന്നിയാൽ ആ കച്ചവടം അവിടെ നിന്നു. പെണ്ണിന്റെ മനസ്സിൽ ഒരു വീട്ടുകാരെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന കണക്കുകൾ പെട്ടെന്ന് കൂട്ടിയും കുറച്ചും വന്നുപോയി. അതുകൊണ്ടാ പറഞ്ഞത് സമയത്ത് മരുന്നും കഴിച്ച് പെട്ടെന്ന് ആളാവാൻ നോക്കാൻ. അല്ലാതെ ചെക്കനെ എന്നും വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് തെക്ക് വടക്ക് വിടാൻ പറ്റുമോ? അല്ലെങ്കിലേ ഉറക്കം മുറിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യമാ. ഇപ്പൊ തന്നെ 2 ദിവസത്തേക്ക് എങ്ങനെയാ ഞാൻ സമ്മതിപ്പിച്ചെടുക്കുക ആവോ? വല്ലാത്തൊരു വിഷമത്തോടെ തലയും കുലുക്കി അവര് പോയതും സ്വർഗത്തിൽ നിന്നും കുപ്പത്തൊട്ടിയിലേക്ക് വീണ പോലെയായി അവളും അവളുടെ മനസ്സും. ഇത്രയും നേരം പലതും ആലോചിച്ച മനസ്സിനെ അവൾ ശകാരങ്ങൾ കൊണ്ട് മൂടി. എത്ര കിട്ടിയാലും പഠിക്കില്ല, പിന്നെയും വെറുതെ ആഗ്രഹിച്ചോളും.
അവളുടെ ചങ്ക് പിടഞ്ഞ് പുറത്തേക്ക് വന്നത് രക്തമാണെന്ന പോലെ ആ കണ്ണുകൾ ചുവന്നു. അടുത്ത ജന്മം ഏട്ടനായാൽ മതി. ഇമകൾ പൂട്ടുമ്പോൾ മന്ത്രം പോലെ വന്നത് വീണ്ടും മനസ്സതിനെ വരിഞ്ഞു ചുറ്റി. അന്നും രാത്രി 4-ാം കാലിലാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നത്. രാവിലെ കൊടുത്ത കാശ് മകൻ ഇരട്ടിയാക്കി കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അമ്മയ്ക്ക് അതുണ്ടാക്കിയ സങ്കടം ചെറുതൊന്നുമായിരുന്നില്ല. ഇന്ദ്ര, ഇന്നും നീ കുടിച്ചു ഇല്ലേ? ശാരദ ദേഷ്യത്തോടെ മകനോട് ചാടി. ഒത്തിരി ഒന്നും ഇല്ലമ്മേ, ഇച്ചിരി. അവൻ അവരുടെ താടിത്തുമ്പിൽ കൊഞ്ചിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അങ്ങനെയാണെങ്കിൽ രാവിലെ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോയ കാശ് നീ കൊണ്ടുവന്ന് കാണുമല്ലോ, അതിങ്ങിതാ. അവരവനെ ഇടം വലം വിടാതെ മുന്നിലേക്ക് കയറി നിന്ന് ചോദിച്ചു. അത് ആ കാശ് അത് ഞാൻ പോക്കറ്റിൽ വെച്ചതാണല്ലോ, എവിടെ പോയി? അവൻ പോക്കറ്റിലും മുണ്ടിന്റെ തളപ്പിലും ഒക്കെ പലതവണ പരതുന്ന പോലെ കാണിച്ചു. ഇന്ദ്ര, അടവിറക്കാതെ നീ കാശ് തരുന്നുണ്ടോ? രാവിലെ മോള് പറഞ്ഞത് അതുപോലെ നടക്കുന്നതിന്റെ ദേഷ്യത്തിൽ അവർ കുറച്ചുകൂടി ഒച്ചയിട്ടു. ഞാൻ എന്റെ അമ്മയോട് കള്ളം പറയുമോ? എന്റെ അമ്മയാണേ സത്യം. അവൻ അവരുടെ തലയിൽ കൈവച്ചു. ഞാൻ ആ കാശ് 500 രൂപയും കൂടി കൂട്ടി ഈ പോക്കറ്റിൽ വെച്ചതാ എന്റെ അമ്മയ്ക്ക് തരാൻ. പക്ഷേ അവർ കണ്ണു നിറച്ച് പറഞ്ഞതും ശാരദയുടെ മുഖവും ശബ്ദവും ഒക്കെ അങ്ങ് മാറി. മോനെ, കരയല്ലേടാ. എന്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് വിശ്വാസമാണ്. ഏതെങ്കിലും പന്ന മക്കളുമാര് കുഞ്ഞിന് കള്ള് തന്ന് കുടിപ്പിച്ചിട്ട് ചിലപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കാണും. ആ അമ്മ, അതാവും നടന്നത്. സോറി അമ്മ, സോറി. ഞാൻ സത്യമായും ഇന്നത്തെ ഇരട്ടി കാശ് നാളെ എന്റെ അമ്മയുടെ കയ്യിൽ വെച്ച് തരും, സത്യം. അറിയാം മോനെ, അമ്മയ്ക്ക് അമ്മയുടെ മോനെ വിശ്വാസമാ. മക്കൾ എഴുന്നേറ്റ് വാ, അമ്മ ആഹാരം തരാം. നേരിൽ നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ കുഴഞ്ഞു വീണ മോനെ താങ്ങി പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. വേണ്ടമ്മ, വിശക്കുന്നില്ല. അയ്യോ, അത്താഴ പട്ടിണി കിടക്കല്ലേ മോനെ, ഒരിത്തിരിയെങ്കിലും കഴിക്കാം. ബാ, അമ്മ വിളമ്പിത്തരാം. ശാരദ മകനെ പറഞ്ഞേൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ വരാം, എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം. കാരണം എനിക്ക് എന്റെ അമ്മയാണ് ദൈവം. ഇന്ദ്രന്റെ നാവിൽ നിന്ന് അത്രയും കേട്ടതും കുറച്ചു മുന്നേ മനസ്സിൽ അല്പമെങ്കിലും ബാക്കിയുണ്ടായിരുന്ന ദേഷ്യം കൂടി അവരിൽ നിന്നും വിട്ടകന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.